ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു യാത്ര തന്നെയാണെന്ന് പറയാം. ഞാൻ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ്. ഞാനെന്നല്ല, എന്നെപ്പോലെ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് 24 വർഷങ്ങൾക്കിപ്പുറം അതെൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ മക്കൾക്കൊപ്പം, ഭർത്താവിനോടൊപ്പം ആവുമ്പോൾ അതിൻ്റെ സന്തോഷം വേറൊന്നു തന്നെയല്ലേ. പക്ഷേ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു. തലേന്ന് പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം പോകാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി. രാവിലത്തെ ഭക്ഷണമൊക്കെ കയ്യിൽ കരുതി. കുട്ടികളുള്ളതല്ലേ, അവർക്ക് വെളുപ്പിന് വിശന്ന് കഴിഞ്ഞാൽ കടകളൊന്നും കാണില്ലല്ലോ. ഇഡ്ഡലിയും ചട്നിയും ഒക്കെ കയ്യിൽ കരുതിയാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ചു. പിന്നെ അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ മനസ്സിൽ പല പല ചിന്തകളോ ഓർമ്മകളൊക്കെ ആയിരുന്നു. ഓർത്തെടുക്കുകയായിരുന്നു, പണ്ടത്തെ ഓർമ്മകളുണ്ടോ. അങ്ങനെ ഒരു ഓർമ്മയെന്ന് പറയാനില്ല, പക്ഷെ എവിടേക്കോ ചെറിയ ചെറിയ ഓർമ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, അങ്ങോട്ടുള്ള യാത്രയിൽ ഓരോ കാഴ്ചകളും വളരെ മനോഹരമേറിയതായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾ പിള്ളേരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. ഒരു ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞു. അതിനടുത്ത് നിങ്ങൾക്ക് കുറച്ച് നേരം കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവർ കൂടെ വന്നത്. എനിക്കും ഏട്ടനും അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അവരോർത്ത് കയറി ഇരുന്ന് രാവിലെ ആകുമ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും, ഇപ്പം എത്തും. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടുപേരും ഉറങ്ങി. പിന്നെ ചോദ്യമായി, എത്തിയില്ലേ, ഇത്രയും നേരമായല്ലോ. പിന്നെ അത് പോകുന്ന വഴിയിലേക്ക് കടന്നപ്പോൾ ഏകദേശം വൈഷ്ണവിക്ക് മനസ്സിലായി തുടങ്ങി എവിടേക്കാണ് പോകുന്നത് എന്ന്. കാരണം അവൾ തിരിച്ചറിവുള്ള പ്രായമായല്ലോ, അവൾ പോയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ഈ വഴിയിലെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ, ഈ വഴികളൊക്കെ എവിടെയും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ. എനിക്കൊരു ഓർമ്മയില്ല. ഇപ്പം ഞങ്ങൾ ഈ പോകുന്ന വഴി കണ്ട് എല്ലാവർക്കും മനസ്സിലാവും എവിടേക്കാണ് പോകുന്നത്. എരുമേലിയാണിത്. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് പാസ് ചെയ്തത്. പക്ഷെ അവിടെ കയറിയില്ല. നമുക്ക് പമ്പാ ഗണപതി ക്ഷേത്രത്തിലെത്താൻ സമയമെടുക്കും. മാത്രമല്ല അവിടെ നട അടയ്ക്കും. അതിനുള്ളിൽ അവിടെ എത്തണം എന്ന് കരുതി തന്നെ അവിടെ കയറിയില്ല. അവർ വഴി കയറി ജസ്റ്റ് കണ്ടു. ചെറിയ എന്തൊക്കെയോ ഒരു ഓർമ്മകൾ ഇവിടെ എത്തിയപ്പോൾ എനിക്കുണ്ട് കേട്ടോ. അച്ഛൻ്റെ കൈ പിടിച്ച് പേട്ട കൊള്ളാൻ വന്നതും, തമിഴന്മാർ നിറങ്ങളൊക്കെ എറിഞ്ഞ് നടക്കുന്നത്, ആ ഒരു ചെറിയ ഓർമ്മ. ഏകദേശം 50 വയസ്സ് വരെ പോയതാണല്ലോ. വൈഷ്ണവി എന്നോട് പറയുകയായിരുന്നു, വൈഷ്ണവി 3 കൊല്ലമായി ഇപ്പോൾ തുടർച്ചയായിട്ട് വരുന്നു. ഇവിടെ വന്ന് പേട്ട തുള്ളിയ കാര്യങ്ങൾ വൈഷ്ണവി പറയുമായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണ് വൈഗ ആദ്യമായിട്ട് മല ചവിട്ടിയത്, അതും പറയുകയായിരുന്നു. ഞാനൊരു ചെറിയ കുട്ടിയെന്നോണമായിരുന്നു എല്ലാ കാര്യങ്ങളും കണ്ടത്. ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ഇവിടെ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര, അതും എന്നെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയേറിയതാണ്. ഓരോ കാര്യങ്ങൾ വൈഷ്ണവി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം വൈഗയോടൊപ്പം ഒരുമിച്ച് പേട്ട തുള്ളിയത്. അന്ന് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. തിരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് പോകുന്ന വഴിയുള്ള കാനന ഭംഗിയുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു പ്രായത്തിൽ നമ്മളെ സംബന്ധിച്ച്, പെണ്ണുങ്ങളെ സംബന്ധിച്ച് പോകാൻ പറ്റുക, അവിടെ വരെ എത്തുക, പമ്പ വരെ പോവുക എന്നുള്ളത് വളരെ 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 ഒരു ലക്കായിട്ടുള്ളൊരു കാര്യമാണ്. പലരും പോവാറുണ്ട്. പമ്പാവലി പാലമൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചില്ല, ഏട്ടനാണ് പറഞ്ഞു തന്നത്. എല്ലായിടത്തും നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ അന്തരീക്ഷം വളരെ നല്ല അന്തരീക്ഷമായിരുന്നു. മഴയില്ല, വെയിലില്ല, തണുത്ത കാലാവസ്ഥ. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് പോലീസുകൾ അവിടെ ഇവിടെയായിട്ട് അവരുടെ വണ്ടിക്ക് സഞ്ചരിക്കുന്നുണ്ട്, ചെക്കിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട കേട്ടോ. ആളുകൾ ആ വഴിയിൽ കുറവാണെങ്കിലും പോലീസുകാർ അവിടെ ഇവിടെയായിട്ടുണ്ട്. ഞങ്ങളായിരുന്നു നിലയ്ക്കൽ തൊട്ട് അങ്ങോട്ട് കടന്ന വാഹനങ്ങളിൽ ഒരൊറ്റ വാഹനമായിട്ടുണ്ടായിരുന്നത്. വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. നമ്മൾ ടി വിയിലൊന്നും കണ്ട പോലെ അല്ല, ഈ ഒരു ടൈമിൽ പോകുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. കാരണം മലയാള മാസം ആദ്യത്തെ 6 ദിവസം നട തുറക്കും. ആ ഒരു ടൈം കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ പോയത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. മഴ കൂടുതലാവുന്നതിന് മുമ്പ് പോകണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചു. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള യാത്ര ഭയങ്കര ഭംഗിയേറിയതാണ് കേട്ടോ. നിലയ്ക്കലെത്തിയാൽ അറിയും എന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞു. അത് ശരിയാണ്. അവിടെ ശിവൻ്റെ രൂപമുള്ള കാരണം നമ്മളത് അതെല്ലാം ഓർമ്മയിലുണ്ട് കേട്ടോ. നിലയ്ക്കലിലൂടെ പാസ് ചെയ്തു പോകുന്നത് വണ്ടിക്ക്. അന്നൊക്കെ ട്രാവലറിനല്ലേ യാത്ര ചെയ്യുക, ഒരുപാട് പേരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ച ഭംഗി ആസ്വദിക്കാനോ
തിക്കും തിരക്കും ബഹളമൊക്കെ ഉള്ള സ്ഥലമാണ് നിലയ്ക്കൽ എന്ന് പറയുന്നത്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെ നിന്ന് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നു പോയപ്പോൾ ഒരൊറ്റ വണ്ടി പോലും വേറെ ഉണ്ടായിരുന്നില്ല. അത് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, വഴിയിലൊന്നും ആളില്ല. പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗി അന്നേരമായിട്ട് ഞാൻ കൂടുതലായിട്ട് ആസ്വദിച്ചത്. ആളും ബഹളവും തിരക്കും ഒന്നുമില്ലാതെ. അപ്പം തൊട്ട് പിള്ളേർ എണീറ്റിരിക്കുകയായിരുന്നു, കാരണം അവരും എക്സൈറ്റഡ് ആണ്. അവരെ സംബന്ധിച്ച് അവർ തിരക്കുള്ള പമ്പയാണ് കണ്ടിട്ടുള്ളൂ. വൈഷ്ണവി ആണെങ്കിലും വളരെ തിരക്കേറിയ സമയത്ത് അവൾ ആദ്യമായിട്ട് പോയത്. 11 മണിക്കൂർ ക്യൂ നിന്നാണ് തൊഴുതത്. വൈക കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും തിരക്കായിരുന്നു, വൃശ്ചിക മാസം. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പമ്പയെ മാത്രമേ അറിയുള്ളൂ. എനിക്കും അതെ, ഇതാദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. അവരെ സംബന്ധിച്ച് ഞാൻ വളരെ അവരാദ്യമായിട്ട് പോകുന്ന ഒരു കുട്ടിയെ പോലെയാണ്. പക്ഷേ 3-4 കൊല്ലം ഞാൻ പോയിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെ പോകുമ്പോൾ, നമ്മുടെ മക്കളോടൊപ്പം പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. കാരണം ഇനി പ്രായമാകുമ്പോൾ നമുക്ക് അവരെയും കൂട്ടി പോകാൻ പറ്റുമോ? ഇല്ല, അവർ പെൺമക്കളല്ലേ. പിന്നെ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റുമോ, ആരോഗ്യമുണ്ടാവുമോ, അതും അറിയില്ല. പമ്പയിലെ KSRTC സ്റ്റാൻഡൊക്കെ കണ്ടില്ലേ, ഒരൊറ്റ വണ്ടി പോലും ഇല്ല കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഒരു KSRTC കണ്ടത്. അങ്ങനെ പമ്പയിലേക്ക് അടുത്തപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ എന്താ പറയുക, എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങൾ എല്ലാം സാക്ഷാത്കരിച്ച് തരണം എന്ന പ്രാർത്ഥനയോടെ അയ്യപ്പൻ്റെ രൂപം അവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിട്ടോ. ആ ഒരു വഴിയിലേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ അവസാനം നമ്മുടെ ഓർമ്മകളിലുണ്ടാവുക എല്ലാവർക്കും മാളികപ്പുറം എന്ന സിനിമയിലെ ആ ഒരു ഭാഗങ്ങളായിരിക്കും. ആദ്യമായിട്ട് പമ്പയിലേക്ക് ചെല്ലുമ്പോൾ, പമ്പ കാണുമ്പോൾ കൗതുകം കൊള്ളുന്ന കുട്ടി, ആ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ എൻ്റെ മുഖത്തും. ഇതാണ് പമ്പ. പമ്പ കണ്ടില്ലേ, ആരും തന്നെയില്ല, ആരും. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. വൈഷ്ണവി എന്നെ ഞെട്ടിത്തരിച്ചു. ആളില്ലേ, ആരും ഇല്ല ഇവിടെ, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അറിയില്ലല്ലോ ഏത് സമയത്താണ് കൂടുതൽ ആളുകളെന്ന്. പമ്പ ഗണപതിയിൽ ചെന്നപ്പോഴും അവിടെയും വളരെ 1-2 കുടുംബക്കാരുണ്ടായിരുന്നു, 1-2 കാറുകൾ. അവിടെയുള്ള ശാന്തിമാരും, വേറെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അർച്ചന കഴിപ്പിച്ചു, തേങ്ങ ഉടച്ചു. അർച്ചന തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ശാന്തി നല്ല രീതിയിൽ അർച്ചന നടത്തി തന്നു. വേറെ ആളും ബഹളങ്ങളൊന്നും ഇല്ലാവർക്കും തിരക്കൊന്നുമില്ല. നന്നായിട്ട് പ്രാർത്ഥിച്ചു, തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഏട്ടൻ പറഞ്ഞു, ഏട്ടൻ ഇവിടെ വരുന്നതാണല്ലോ, നീ പോയി എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് വാ, നടന്ന് കാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് ഞാനും വൈഷ്ണവിയും കൂടെ ചുറ്റി വന്ന് നടന്നു. വൈഷ്ണവിയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയാകുമ്പോൾ ഞങ്ങൾ വരുന്നത് ആദ്യം ഇവിടെ നിന്ന് തൊഴുത് മലയോട്ടാൻ പോവും. എല്ലാ കാര്യങ്ങളും വൈഷ്ണവിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അർച്ചന ഞങ്ങളെല്ലാവരുടെയും പേരിൽ അർച്ചന കഴിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തേങ്ങ ഉടച്ചു. എൻ്റെ തേങ്ങ ആദ്യം പൊട്ടിയില്ല, പിന്നെ വീണ്ടും എറിയേണ്ട അവസ്ഥയുണ്ടായി. അത് മിക്കപ്പോഴും ഞാൻ തേങ്ങ ഉടച്ചാൽ പൊട്ടാറില്ല, കാരണം ഞാൻ ഫോഴ്സിൽ എറിയാറില്ല. എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ എറിയില്ല, താഴോട്ട് എറിയുള്ളൂ. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എപ്പോഴും കരുതി നല്ലപോലെ ഉടയ്ക്കണമെന്ന്, പക്ഷെ ആ ഒരു ഇതെനിക്ക് കിട്ടാറില്ല. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. വൈഷ്ണവം വൈകിയൊക്കെ തേങ്ങ ഉടച്ചിട്ട് നന്നായിട്ട് എടുത്തില്ല. അത് കാരണം വീഡിയോ ശാന്തി പറഞ്ഞു തേങ്ങ ഒന്നുകൂടി പോയി എടുത്ത് ഉടച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എടുത്ത് ഉടച്ചു. അത് വളരെ ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പിന്നെ വൈഷ്ണവിയും ഞാനും ചുറ്റും നടന്ന് കാണാനിറങ്ങി. മലയോട്ടുന്ന ആ പാത, ആ വഴിയോരത്ത് ഒന്ന് ചെന്ന് നിൽക്കണം. എന്താണല്ലോ, ഇവിടെ നിന്നും കുറച്ചകലെ നമ്മുടെ അയ്യപ്പൻ അവിടെ ഉണ്ട് എന്നൊരു വിശ്വാസമില്ലേ നമുക്ക്. ഈ ഒരു പട്ടിയെ കണ്ടോ, ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു കേട്ടോ. പാവത്തിന് ഒന്നും കഴിക്കാൻ കിട്ടാനിട്ടാണോ എന്നറിയില്ല, കാരണം ഇവിടെ കടകളൊന്നുമില്ല, ഒന്നും തന്നെ പമ്പയിൽ തുറന്നിട്ടില്ല. അവരവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതല്ലാതെ വേറൊരു ഭക്ഷണം അവിടെ കിട്ടില്ല. നമുക്കൊരു കുപ്പി വെള്ളം പോലും കിട്ടില്ല. പക്ഷെ അവിടെ ശാന്തിമാർ താമസിക്കുന്ന റൂമിലുമാണെങ്കിലും അവർ പറയുന്നുണ്ട് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അവരുണ്ടാക്കിയ ഭക്ഷണം, അല്ലാതെ ഒന്നും തന്നെ അവിടെ കിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാത്ത കാരണം പട്ടിക്കൊന്നും കൊടുക്കാനും പറ്റിയില്ല. ആ ഒരു വഴിയിൽ ചെന്ന് ഞാൻ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഇതിനപ്പുറം നമുക്ക് പ്രവേശനമില്ല. അവിടെ നിന്നും കണ്ട് ഇറങ്ങി പമ്പ ഗണപതിയുടെ മുന്നിലൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ വൈഷ്ണവി പറയുകയാണ്, അമ്മ ഈ വഴിയാണ് ഞങ്ങൾ പമ്പ ഗണപതിയിലേക്ക് കയറി വരുന്നത്. എന്താണല്ലോ എത്ര തിക്കും തിരക്കും നിറഞ്ഞ വഴിയോരത്തുകൂടിയാണ് നമ്മളിങ്ങനെ, ഇത്രയും ആരുമില്ലാതെ നമ്മൾ മാത്രം, നമുക്ക് വേണ്ടി മാത്രം കാത്തു നിന്ന സമയം പോലെ എനിക്ക് തോന്നിയത്. നമ്മൾ മാത്രമായിട്ട് അവിടെ ചുറ്റിക്കറങ്ങി കാണുന്നു. പിന്നെ അവിടെ പല പണ്ടത്തെ ആ ഒരു കഥ
ചിത്രീകരിച്ചുകൊണ്ടുള്ള രൂപങ്ങളുണ്ടായിരുന്നു. കഥ എനിക്കറിയാവുന്നതാണ്, ഞാനത് വൈഷ്ണവിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. വൈഷ്ണവി അത് കേട്ട് നിൽക്കുമായിരുന്നു. ഈ വഴിയിലൊക്കെ തിരക്ക് നിറഞ്ഞ സമയങ്ങളുണ്ട്, നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഈ വഴി എനിക്ക് ഓർമ്മയേ ഇല്ല. പമ്പാ ഗണപതി ക്ഷേത്രം പോലും മനസ്സിലില്ല പണ്ടത്തെ ഓർമ്മയിൽ. എപ്പോഴൊക്കെയോ ചെറിയൊരു ഓർമ്മയായിട്ട് മാത്രമുണ്ട്. അച്ഛൻ്റെ ഒപ്പം സന്നിധാനത്തേക്ക് പോയത് ചെറിയൊരു ഓർമ്മയുണ്ട്. ഇടയ്ക്ക് വഴിയിൽ വെച്ച് അച്ഛൻ ഗ്ലൂക്കോസ് വെള്ളമൊക്കെ മേടിച്ചു തരുന്നത്, പിന്നെ സന്നിധാനത്ത് വിരിച്ച് കിടന്ന ഒരു ചെറിയ ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ആ പ്രായത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയതുണ്ട് പമ്പയിലെ വെള്ളം. ഇതിപ്പോൾ മലിനമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആ ഒരു സമയത്ത്, വൃശ്ചിക മാസത്തിൽ ആളുകൾ അത് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമ്പോൾ. പക്ഷെ ഞങ്ങളാ ചെന്നിരുന്ന സമയമുണ്ടല്ലോ, വെള്ളം വളരെ തെളിഞ്ഞ തണുപ്പുള്ള നല്ല ഫോഴ്സുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഒട്ടും തന്നെ മാലിന്യങ്ങളില്ലായിരുന്നു. പിള്ളേർ എത്ര നേരം അവിടെ നിന്ന് ആസ്വദിച്ചെന്നു. ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. പിന്നെ ഒഴുക്കുള്ള കാരണം പിള്ളേർ ചെറുതായിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒഴുകിപ്പോയാലും കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആഴമില്ല, നമുക്ക് നിലം കാണാം. ഒട്ടും ആഴമില്ല, ഇരുന്നാൽ പോലും വെള്ളം ഉണ്ടാവില്ല. ഞങ്ങൾ നിന്ന ഭാഗത്ത് മാത്രമേ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടികൾ കുളിച്ചു. ഞാൻ ഇറങ്ങി നടന്നു കുറച്ച് നേരം. കാരണം ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളതായിട്ട് കണ്ടില്ല. കാരണം ഒന്നും തന്നെ അവിടെ ഓപ്പൺ അല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പം ഞാനൊന്ന് കാൽമുട്ട് വരെ നനച്ചു. തണുത്ത വെള്ളമല്ലേ, പമ്പാ നദിയല്ലേ, അങ്ങനെ ഇറങ്ങി കാല് നനച്ചു. അതൊക്കെ ഒരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളായിരുന്നു കേട്ടോ. ഈ ഒരു യാത്ര ഞാൻ എൻ്റെ ലൈഫിൽ ഇനി അവിടെ പോകുന്നവരെ ഈ ഒരു യാത്ര എൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റെ ആഗ്രഹം ഏട്ടനാട്ടോ സാധിച്ചു തന്നെ. പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടുപോയി. പോയാലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോവാം എന്ന് പറഞ്ഞ് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നി. പോകാൻ സാധിക്കാത്തവർ ഈ ഒരു മൊമെൻറ്റ് ഇങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, ആസ്വദിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും പാഴാക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയായി ഇനിയും കാണാം. ഓക്കെ, ബൈ.